ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയത്. ഇതിലേക്ക് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 8 എണ്ണം, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ബീഫ് വേവിച്ചതിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് അധികം ചേർക്കണില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മീറ്റ് മസാല ഒരു 1/2 സ്പൂൺ കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം ആണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.